താങ്ക് യു അല്ല, ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. അത് മറന്നു പോണു, വയസ്സൊക്കെ ആയില്ലേ. വൈറ്റ് ബ്ലോഗ്സിന്റെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന സ്വാഗതം. അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ എല്ലാ അമ്മമാർക്കും എന്റെ മദേഴ്സ് ഡേയുടെ ആശംസകൾ. എല്ലാ അമ്മമാർക്കും എന്റെ മദേഴ്സ് ഡേയുടെ ആശംസകൾ. അപ്പന്മാര് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഒരു ദിവസം വരും, എന്നാലും അവർക്കും ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ. വിഷമിക്കരുത്. എന്താണ് മദേഴ്സ് ഡേ എന്നോട് പറയാനുള്ളത്? അതായത് നീ ഒരു മദറായ സ്ഥിതിക്ക് ചായ വെക്കേണ്ടത് ഞാനാണ്. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഞാനാണ് ചായ വെക്കുന്നത്. അതായത് ഇന്ന് മദേഴ്സ് ഡേ ആയ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അമ്മമാരേത് മാത്രം പറയാനുള്ള അപ്പന്മാരെ ആയാലും നല്ല രീതിയിൽ നോക്കണം. നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ എത്ര വളർത്തി വലുതാക്കാനായിട്ട് അവർ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നീ ഇപ്പോൾ പിള്ളേരെ വളർത്തുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞില്ലേ? കൊച്ചുങ്ങൾക്ക് അറിയുമ്പോൾ ഇങ്ങോട്ട് ഓടുന്നു, അവരുടെ വാശി ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മളെ അവർ വളർത്തി വലുതാക്കിയത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് അവരെ ശരിക്കും നോക്കി അവരെ സന്തോഷത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തരുത്. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ. ഞാനല്ല പറയുന്നത്, ഞാൻ ഡയലോഗ് പറയുമ്പോൾ ഞാൻ പറയണം അല്ലേ? അപ്പൊ എല്ലാ മദർമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം, വിടുവിനെ അനുഗ്രഹിക്കണം, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഓർക്കണം. ഞങ്ങൾ ഇതെല്ലാ മദർമാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് മദറിന് പറയാനുള്ളത്? ഒരു മദറായ മദറിന് എന്താണ് മദറിനെ കുറിച്ച് മദറിനായിട്ട് പറയാൻ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ഉള്ള ദിവസം പോലെ തന്നെ എല്ലാ സാധാരണ ദിവസം പോലെ തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെ ഒരു ദിവസം സൃഷ്ടിച്ചെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിലും മദർമാരെ ഓർക്കട്ടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. ഒരു മദർ എന്നതിലുപരി ഒരു ഭാര്യയാണ് നീ. ഭാര്യയുടെ ഇന്നില്ല അല്ലേ? ഭാര്യയുടെ ഇല്ലല്ലേ? ഉണ്ട്. ഇന്ന് ഞാനല്ലോ മദർ ഡേ ആണല്ലോ. ചായ നിന്റെ ഇഷ്ടത്തിന് ഇടിപ്പിച്ചല്ലേ നിന്നെ കൊണ്ട്. എനിക്കൊരു കടുപ്പും കുറവുള്ള പോലെ. അപ്പൊ ആക്ച്വലി ഒന്നുമില്ല, ചായ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചായ കുടിക്കട്ടെ. അപ്പൊ ഇന്നലെ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാങ്ങ പൊട്ടിച്ച് ഞാൻ അച്ചാറിടാന്നൊക്കെ വിചാരിച്ച് എല്ലാം ശരിയാക്കി. പക്ഷെ ശരിയാക്കി മീൻസ് മുറിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ എടുത്തു. ഇന്നലെ ഇവിടുത്തെ മാവുമേന്ന് പറിച്ച മാങ്ങയാനട്ടോ അത്. ഞാൻ വാർക്കയുടെ മുകളിൽ നിന്ന് കയറി തല്ലി പറിച്ച്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ മാങ്ങ ഞാനിങ്ങനെ പറിക്കണേ. അതന്നെ. അപ്പൊ ഇപ്രാവശ്യം ഈ മാങ്ങ കുറവാ, ഒരു മാമ മാത്രമേ ഉള്ളൂ മാങ്ങ. പിന്നെ മഴ അധികം പെയ്യാത്ത കാരണം, മഴ അധികം ഇല്ലാത്തതുകൊണ്ട് മാങ്ങ അധികം പുഴുവില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. 2-3 മാങ്ങൊക്കെ കിട്ടി, ബാക്കിയിലൊക്കെ പുഴുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യം മാങ്ങയ്ക്ക് പുഴു കുറവാ. അപ്പൊ ഇനി ചായ കുടിക്കട്ടെ. എന്തായാലും ഇതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. ഇതുകൊണ്ട് ഇതുവരെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല. കൂടുതൽ അച്ചാറുണ്ടാക്കി ചേച്ചിയൊക്കെ വരുമ്പോഴേക്കും അച്ചാറുണ്ടാക്കി വയ്ക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ മാങ്ങയില്ല അല്ലേ? അറ്റത്ത് സൈഡിൽ തുഞ്ചത്തൊക്കെ നിൽക്കണം. മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഞങ്ങളുടെ അവിടുത്തെ വീട്ടിലെ മാങ്ങ അതുണ്ടായിരുന്നു. കണ്ണിമാങ്ങ ആയിപ്പോ തുടങ്ങിയോണ്ട് പറയണ്ടത് അച്ചാറുടെ അച്ചാറാണ്. അപ്പോൾ പറയും ചുടിമില്ലാവട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം പോയി മാങ്ങ പോയി പഴുത്തു തിന്നോടി. നേരം കിട്ടാത്തോണ്ട് കുറെ അച്ചാറുണ്ടാക്കിയില്ല നമ്മള്. അതൊന്നും അതല്ല, കുറെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടത്തെ മാങ്ങ ഇതുവരെ അച്ചാറിട്ടിട്ടില്ല. ഞാൻ ചേച്ചിയൊക്കെ ഒരുമയ്ക്ക് ഉണ്ടാക്കി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പൊട്ടിച്ചത് തന്നെ എങ്ങനെ പൊട്ടിക്കുന്ന അറിയില്ല. അതിനുള്ള മാങ്ങയില്ല. പക്ഷെ എന്നാലും ഒരു 10-20 മാങ്ങ കിട്ടിയാൽ മതി. 10-20 മാങ്ങ കിട്ടണ അത്ര ഏരിയയിൽ മാങ്ങയില്ല. പക്ഷെ ഭയങ്കര ഹൈറ്റില് ഇത് അച്ചാറിട്ടേക്ക് തോന്നുന്നു നല്ലതായിരിക്കും. നല്ല സ്ട്രോങ് ആണ് ഇതിന്റെ. ഇത് തൊലിക്ക് നല്ല കനുണ്ട്. തൊലിക്കും കനുണ്ട്. ചേട്ടാ പഴുത്താ ഒരു ഒരു ചെനച്ചും തോന്നുന്നു, അറിയില്ല. അപ്പൊ എന്തായാലും ചായ കുടിക്കട്ടെ. അടുപ്പിച്ചിട്ട് കുറവാ. ഞാനല്ലേ മനസ്സിലായില്ലേ? ചായ എന്നോടെയും കുടിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു ഞാനും. ഞാൻ രാവിലെ എനിക്ക് വെള്ളമൊക്കെ കുടിച്ച് എല്ലാം സെറ്റായി നിന്നായിരുന്നു. ചായ കുടിക്കാണ്ടിരുന്നപ്പോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ചായ കുടി തുടങ്ങിയിട്ട് നിർത്തിയപ്പോ ഒരു ദുഃഖമായിരുന്നു.
പിന്നെ ചായ കൂടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനോടൊരു അഡിക്ഷൻ വന്നു. ഇന്നലെ വിചാരിച്ചു തുടങ്ങി ചായ കുടിക്കണ്ടാവും, ചായ കുടിക്കാൻ. അപ്പോൾ ഇവിടെ സനജയുടെ നമ്മുടെ കോഴിക്കൂട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സിസ്റ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളായി മേടിച്ചു വെച്ചിട്ട് ഇതുവരെ അത് സ്റ്റീവ് എടുത്ത് കളിക്കണ്ടായിരുന്നു. ഇതിന്റെ എന്തോ കോലോ ഇങ്ങനത്തെ ഒരു കോലെടുത്ത് അവൻ കളിക്കണ്ടായിരുന്നു. എന്നാ ഫ്രിഡ്ജിന്റെ അടിയിൽ ഉണ്ടായിരിക്കണം ചിലപ്പോ, അല്ലെങ്കിൽ ടോയ്സ് ബോക്സിൽ ഉണ്ടായിരിക്കും. നോക്കട്ടെ, എനിക്കറിയില്ല, ഉറപ്പില്ല. ഇത് വെള്ളം തീറ്റയല്ലേ, അത് തീറ്റയും വെള്ളം അത് വെള്ളം സ്റ്റീവ് എനിക്കിനൊക്കെ മുമ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് വീണ്ടും നോക്കട്ടെ. അപ്പം ഇനി മമ്മീനെ ഹാപ്പി മദേഴ്സ് ഡേ പറയാൻ വിളിക്കും. അമ്മ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടാവില്ല ചിലപ്പോ. എടുത്തില്ല. ഇവിടെയുള്ള അമ്മേനെ ഉറക്കത്തിന് വിളിച്ച് എണീപ്പിക്കാം. അപ്പൊ സെലീന അമ്മേനെ എണീപ്പിച്ചിട്ടുണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. എന്നെ പോലെയുള്ള എല്ലാ മദേഴ്സുമാർക്കും താങ്ക് യു. താങ്ക് യു അല്ല, ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. അത് മറന്നു പോണു, വയസ്സൊക്കെ ആയില്ലേ. എല്ലാ അമ്മമാർക്കും അമ്മയാകാൻ പോകുന്നവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ്. പക്ഷെ ഇന്നത്തെ വീഡിയോ മദേഴ്സ് ഡേ കൊണ്ടാണ് നിറയും. കുറെ പേര് വിഷ് ചെയ്തിട്ടുണ്ടാവും എന്ത് ഹാപ്പി മദേഴ്സ് ഡേ. അതെ. അപ്പം അമ്മ ഇപ്പം തന്നെ പറഞ്ഞോ, എന്നെ വിഷ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു എന്ന് പറഞ്ഞോ. എന്നെ വിഷ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അമ്മ ഉറക്കപ്പിച്ചില്ല, ഉറക്കത്തിൽ നിന്നിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കി അടുക്കളയത്തെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ ഏട്ടാ. അപ്പം ഇനി മാങ്ങ ഇനി അരിയാനുള്ളത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നായിരുന്നു, അമ്മേനെ എങ്ങനെയാണ് ഇങ്ങനെ നോക്കണത്. എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അമ്മ ഇപ്പം മരിച്ചുപോയി, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോക്കാൻ. എങ്ങനെയാണ് വീട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു വലിയൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ ഞാൻ ഇപ്പം മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അത് ഓർത്തു. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. ഞാനങ്ങനെ വലിയ എന്നെക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക നമ്മുടെ വീഡിയോസ് കാണുന്നത് അമ്മമാരാണ്. എന്നെക്കാളും വലിയ ആൾക്കാരാണ്, എൻ്റെ ഏജിലായാലും വലിയ ആൾക്കാരാണ് വീഡിയോ കാണുന്നതെന്ന് അറിയാം എനിക്ക്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അങ്ങനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യമാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നോട് നല്ല രീതിയിൽ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം സ്മൂത്തായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്. അതായത് ഞാനും അമ്മയും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജനറേഷൻ്റേതായ പ്രത്യേകതകളും അമ്മ നല്ല രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. ഞാനും ചെറിയ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും അമ്മയുടേതായ ഇപ്പം അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. അമ്മയുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചിലപ്പോൾ ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. കാരണം അമ്മ നല്ല കുക്കാണ്, നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. സനജയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഞാനിപ്പോൾ കുക്ക് ചെയ്ത് ഇപ്പോൾ മീൻകറി ആയാലും ചിക്കൻ ആയാലും എന്തായാലും സാമ്പാർ എന്ത് സംഭവം ഞാൻ ഉണ്ടാക്കി കൊടുത്താലും എപ്പോഴും എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ സനജേട്ടൻ പറയും, അമ്മ ഉണ്ടാക്കണ പോലെ ആയിട്ടില്ല, അമ്മ എന്ത് രസമായിട്ട് ഉണ്ടാക്കുന്ന അറിയോ, അമ്മയുടെ ഭക്ഷണം അങ്ങനെയാണ്. അമ്മേനെ കുറിച്ച് അങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു സ്റ്റൈലിലൊന്നും എനിക്ക് അമ്മ ഓക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം അത് അത്ര ഓക്കെ ഒന്നല്ല കുക്ക് ചെയ്യണത് എന്നൊക്കെ അറിയാം. എന്നാലും അമ്മ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എല്ലാത്തിൻ്റെയും വിജയം. അപ്പോൾ എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ് എല്ലാം.
എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ ഒരു സംഭവത്തിനെ നോക്കിക്കാണുന്ന രീതി നല്ല രീതിയിൽ നോക്കി കാണുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം അമ്മ നല്ല രീതിയിലാണ് നോക്കി കാണുന്നത് കൊണ്ട് പല കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കാണുന്ന ഒരു കാഴ്ചപ്പാട് നല്ലതായതുകൊണ്ട് ഒരു സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം അമ്മ ഒരു 8 വർഷത്തോളമായി അമ്മ കിടപ്പായിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പം നല്ല രീതിയിൽ അമ്മ എന്നെയും ഞങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ വിജയം. അപ്പോൾ ആ ചേച്ചി മെസ്സേജ് അയച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആ ചേച്ചിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മടുപ്പായിരുന്നു, അമ്മ ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് ദേഷ്യം വരുമായിരുന്നു, അമ്മയ്ക്കും ദേഷ്യം വരും, നോക്കണുണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, എന്നാലും മിടുവിനെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മെസ്സേജ് വന്നായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മടുപ്പൊന്നും തോന്നേണ്ട ആവശ്യമില്ല. നമ്മുടെ അമ്മയാണെന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ സ്വന്തം അമ്മയാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാം റെഡി ആയിക്കോളും. അത് പറയാനും ഒക്കെ എളുപ്പമാണ്, എന്നാലും നമ്മുടെ ഒരു മൈൻഡ് നമ്മൾ ഫ്രഷാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് ദേക്കൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീവൻ ഗ്രേസ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണം കേട്ടോ. പഴം ഇരിപ്പുണ്ട്. 2 ദിവസം മുമ്പ് മമ്മി വന്നായിരുന്നു. അപ്പോൾ മമ്മി വീട്ടിലത്തെ പഴക്കൊലയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നല്ല രീതിയിൽ അത് അങ്ങോട്ട് ഫുള്ളായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് പുട്ടുപൊടി മാമാസിൻ്റെ ആണ്. ഞാനന്ന് ഈസ്റ്ററിന് ഞാൻ ഷോപ്പിംഗ് നടത്തുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, മസാലപ്പൊടികളും അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ പുട്ടുപൊടി, അവരുടെ പുട്ടുപൊടി. ഞാൻ മിക്കപ്പോഴും പൊൻകതിറിൻ്റെ പുട്ടുപൊടി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിടയ്ക്കൊന്ന് ബ്രാൻഡ് മാറിയൊക്കെ നോക്കണമല്ലോ. അരിപ്പൊടി മാത്രം ഇട്ടിട്ട് പുട്ടുണ്ടാക്കിയ കാലം സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടാ. ഇങ്ങനത്തെ പാക്കറ്റ് പൊടികൾ യൂസ് ചെയ്തിട്ട് പിന്നെ എപ്പോഴും പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുട്ടുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ പുട്ടുണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇഡ്ഡലിയും ദോശയുമാണ് കൂടുതൽ. ഇഡ്ഡലി ദോശ ചപ്പാത്തി ആ ഒരു കാറ്റഗറിയാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഒരിടയ്ക്ക് പുട്ട് മാത്രമായിരുന്നു. നിങ്ങൾ വീഡിയോ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം എന്തായാലും നോർമലായിട്ട് പുട്ട് വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കുകയാണ്. ഇനി തേങ്ങ ഒക്കെ പൊതിച്ച് ചിരവി എടുക്കട്ടെ. അപ്പം അത്ര നേരം പുട്ടൊന്നും അങ്ങനെ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടാ. അമ്മയ്ക്ക് ഉമ്മ തന്നില്ലല്ലോ. എവിടെ സ്റ്റീവ് എവിടെ? തലയിൽ കൊണ്ടുപോകല്ലേ. പുട്ടുണ്ടെങ്കിൽ അല്ല പഴക്കൊല ഉണ്ടെങ്കിൽ നമുക്ക് പുട്ട് എന്തായാലും നിർബന്ധമാണ്. അപ്പം ഇന്ന് എളുപ്പപ്പണിക്ക് പുട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആദ്യ കയറി സെറ്റ് ആവട്ടെ. അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഉമ്മറ്റാ ഇതിനുമ്പ് തന്നെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറയാൻ പോലെ അമ്മയുടെ മുഖത്തേക്ക് പറ. ഹാപ്പി മദേഴ്സ് ഡേ. സീവ എന്ത് പറയാത്ത? അപ്പം അങ്ങനെ പുട്ടും പഴവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സന്നചേട്ടൻ നീ പുറത്തേക്ക് പോയേക്കാം. സ്റ്റീവനും ഗ്രേസിനും ഒന്ന് ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടി കൊടുക്കാൻ പോവാണ്. അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും 3-4 ഉരുളൊക്കെ കഴിക്കും കേട്ടോ. നമ്മൾ ഉരുട്ടി കൊടുക്കുമ്പോൾ കഴിക്കാൻ അങ്ങനെ സ്വന്തമായിട്ട് കഴിക്കുന്നേക്കാളും ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ കേട്ടോ. വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.